2 ദിവസത്തിലേറെയായി തന്നെ ഒരു നടിക്കെതിരെയുള്ള പ്രശസ്തമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സംവിധായകന്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ആ സംവിധായകൻ അറസ്റ്റിലാകുമെന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. ഈ നടി നേരിട്ടെത്തി പോലീസ് കംപ്ലൈന്റ് നൽകിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ ഈ നടിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്തമായ നടി തന്നെയാണ്. താനും ഈ നടിയുമായി പ്രണയത്തിലാണ് എന്നും ഈ നടിയുടെ ഡിവോഴ്സിൽ മുമ്പുണ്ടായ മകളെക്കുറിച്ചുള്ള വാർത്തകളുമൊക്കെയാണ് പലപ്പോഴും ഈ നടിയെ ഇങ്ങനെ നിർത്തിപ്പിക്കുന്നതെന്നൊക്കെയുള്ള മോശമായ പരാമർശം നടത്തിയതിനെതിരെയാണ് നടി ഇപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. നടിയുടെ പ്രസ്താവനയിൽ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, നുണപ്രചാരണം നടത്തുക, ഇത്തരം രീതിയിലൊക്കെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അകത്താക്കാൻ സാധിക്കും എന്നാണ് പറയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ വളരെ മോശ പരാമർശം നടത്തിയ പലർക്കും ഇതൊരു മാതൃകയാണ് എന്നും പറയുന്നുണ്ട്. ദിലീപ് ഇതിനെതിരെ തന്നെ നടക്കുന്ന പല കാര്യങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെയും വാർത്തകളൊക്കെ തന്നെയും നിറയുന്നത്. മലയാളത്തിലെ പ്രമുഖ നടിയുടെ പരാതിയിൽ കേസ് നേരിടുന്ന സംവിധായകൻ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണെന്നാണ് ആ വിവരത്തിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇയാൾ അമേരിക്കയിലാണ് എന്ന് തന്നെയാണ് കൊച്ചി പോലീസ് അറിയിക്കുന്നത്. സനൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്ററിനെ സമീപിക്കാൻ ശ്രമം തുടങ്ങിയതായി കൊച്ചി പോലീസ് അറിയിച്ചിട്ടുണ്ട്. നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് സനൽകുമാർ ശശിധരനെതിരെ ചുമത്തിയിരിക്കുന്നത്. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നീ വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ സമാന പരാതിയിൽ കുറ്റപത്രം നൽകാനിരിക്കവെയാണ് രണ്ടാമത്തെ കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇമെയിൽ വഴിയായിരുന്നു നടി സനൽകുമാർ ശശിധരനെതിരെ കൊച്ചി എളമക്കര പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെയും ഈ നടിയുടെ പരാതിയിൽ സംവിധായകനെതിരെ കേസെടുത്തിട്ടുണ്ട്. നടിയുടെ മൊഴിയെടുക്കാനുള്ള നടപടികൾ കൊച്ചി പോലീസ് പൂർത്തിയാക്കി വരികയാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ പിന്തുടർന്ന് അപമാനിച്ചുവെന്നാരോപിച്ചാണ് 2022 നടി സനൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്തു നിന്നും സനലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ആലുവ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ സനലിന് ജാമ്യം അനുവദിച്ചത്. 2019 ഓഗസ്റ്റ് മുതൽ സനൽകുമാർ ശശിധരൻ ശല്യം ചെയ്യുന്നുവെന്നായിരുന്നു നടിയുടെ പരാതി. ആ ശല്യത്തെ തുടർന്ന് തന്നെയാണ് ഇത്രയും നാളുകൾ ഇത് നീണ്ടുപോയതെന്നും പറയാം. 2019 ഓഗസ്റ്റ് മുതലാണ് സനൽകുമാർ ശശിധരന്റെ ശല്യം ചെയ്യുന്നതായി നടിയുടെ പരാതി ലഭിച്ചതും. സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കൾ വഴിയും സനൽകുമാർ ശശിധരൻ പ്രണയാഭ്യർത്ഥന നടത്തി. ഇത് നിരസിച്ചാണ് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതിനിടെ നടി പരാതിയിൽ പറഞ്ഞത്. പിന്നാലെയാണ് വീണ്ടും നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സനൽകുമാർ അപമാനകരമായ പോസ്റ്റുകളൊക്കെ പങ്കിട്ടത്. നടിയുടെ പേര് പറയാതെ പരാമർശിക്കുമ്പോൾ പോലും അതിനു മുൻപ് പേര് പറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നടിയെ തന്നെയാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നു. എത്രയൊക്കെയാണ് നടിയെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞാലും അതിൽ നടിയുടെ പേര് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ നടിയാണ് എന്ന് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകുമെന്നും അതുകൊണ്ട് ആ വാദം നിലനിൽക്കില്ല എന്നുമാണ് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.